ഗൗതമ ബുദ്ധ തന്റെ ജീവിതത്തിലൂടെ പല കാര്യങ്ങൾ മനുഷ്യ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി അത് തന്റെ ഫോളോവേഴ്സിനോടും അതോടൊപ്പം തന്നെ മാനവരാശിയോടും അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇൻസ്പയർഡ് സോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കപിലവസ്തുവിലെ രാജാവിന്റെ മകനായിരുന്നു ബുദ്ധൻ എന്ന ആ ഒരു പ്രിൻസ്. അദ്ദേഹത്തിന്റെ പേര് ബുദ്ധൻ എന്നായിരുന്നില്ല, അദ്ദേഹത്തിന്റെ പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു. ഈ സിദ്ധാർത്ഥൻ തന്റെ ജീവിതത്തിൽ സുഖങ്ങളും സന്തോഷങ്ങളും മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. അദ്ദേഹം ഒരു ക്ഷത്രിയനായിട്ടാണ് ജനിച്ചിരുന്നത്. പഴയ രീതിയിലുള്ള ആ ഒരു ഇന്ത്യൻ ആചാരപ്രകാരം ക്ഷത്രിയരായിട്ടുള്ള ആളുകളാണ് രാജാക്കന്മാരായിട്ട് മാറുന്നത്. അവരാണ് വറിയേഴ്സ്. ഒരു കാസ്റ്റ് ഒരു സിസ്റ്റത്തിലേക്കൊക്കെ നോക്കുമ്പോൾ അവരാണ് വറിയേഴ്സ്. അവരാണ് പിന്നീട് രാജാക്കന്മാരായിട്ട് മാറുന്നത്. അദ്ദേഹത്തിന് പിന്നീട് രാജാവാകാൻ മാറാൻ പറ്റുമായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ലോകത്തോടുള്ള ആ ഒരു ചിന്തകളിൽ നിന്ന് അദ്ദേഹത്തെ എന്തൊക്കെയോ മാറ്റി നിർത്തുന്നതായിട്ടുള്ള ഒരു തോന്നലുകൾ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അദ്ദേഹം മെയിനായിട്ട് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് 3 കാഴ്ചകൾ അദ്ദേഹം കാണുന്നത് വഴിയായിട്ടാണ്. അതായത് ഒരു വൃദ്ധനായ മനുഷ്യൻ, അതോടൊപ്പം തന്നെ ഒരു യാചകനായ മനുഷ്യൻ, പിന്നെ ഒരു ഡെഡ് ബോഡി. അപ്പോൾ ഈ കാഴ്ചകൾ അദ്ദേഹത്തെ കൂടുതൽ മനുഷ്യ മനസ്സിനെ കുറിച്ച്, മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാനായിട്ട് പ്രാപ്തനാക്കുകയാണ്. അവിടെ അദ്ദേഹം കാണുന്നത് മനുഷ്യരെല്ലാവരും എന്തൊക്കെയോ ദുഃഖങ്ങൾ തങ്ങളുടെ ഉള്ളിൽ പേറുന്നതായും അത് അവരുടെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്നതായിട്ടും അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. അപ്പോൾ അതിനുള്ള കാരണങ്ങളിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗമാണ് ഈ ബുദ്ധിസമായിട്ട് പിന്നീട് രൂപപ്പെടുന്നതായിട്ട് മാറുന്നത്. ഇതിനുവേണ്ടി അദ്ദേഹം കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ബോധി വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് ധ്യാനം അല്ലെങ്കിൽ മനനം ചെയ്യുന്നുണ്ട്. കുറെ നാൾ അദ്ദേഹം മനനം ചെയ്യുന്നുണ്ട്. സ്വന്തം ശരീരത്തെ തന്നെ വലിയൊരു ഹാർഡ് പ്രാക്ടീസിലൂടെ കടന്നു പോകുന്നത് വഴിയായിട്ട്, അതായത് അദ്ദേഹം ഒന്നും ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ഒരു ഹാർഡ് പ്രാക്ടീസിലൂടെ കടന്നു പോകുന്നത് വഴിയായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പിന്നീട് അതിന്റെ മീനിങ്ലെസ് മനസ്സിലാവുകയും കൂടുതൽ ഹാർഡ് പ്രാക്ടീസിലേക്ക് പോവുകയോ കൂടുതൽ ലക്ഷൂറിയിലേക്ക് പോവുകയോ ഒരു മിഡിൽ പാത്തിലൂടെ നിന്നുകൊണ്ട് മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കണം എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അവിടെ നിന്നാണ് അദ്ദേഹം നോബിൾ ട്രൂത്ത്സ് കണ്ടെത്തുന്നത്. ഈ 4 നോബിൾ ട്രൂത്ത്സ് അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് ലോകത്ത് ദുഃഖമുണ്ട് എന്നുള്ളതാണ്. ആ ലോകത്തിലുള്ള ദുഃഖത്തിന് ഒരു കാരണമുണ്ട് എന്നും അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. അപ്പൊ ഈ കാരണത്തെ കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പിന്നീട് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ കാരണത്തെ കണ്ടെത്താനായിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ആ മെഡിറ്റേഷനിലൂടെയും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയും. അപ്പൊ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കുറെ ഫൈൻഡിങ്സ് കണ്ടെത്തുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ബുദ്ധിസത്തിലെ 3 ബാസ്കറ്റ്സ് എന്ന് അറിയപ്പെടുന്ന വിനയ പീതക, സൂത്ത പീതക ആൻഡ് അഭിധാമ പീതക. അതിൽ അഭിധാമ പീതകയാണ് കൂടുതലായിട്ടും മനുഷ്യ മനസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. മനുഷ്യ മനസ്സിന് ഒരു സ്ട്രക്ചർ കൊടുത്തുകൊണ്ട്, അതിന് ഒരു ഫോം കൊടുത്തുകൊണ്ട് അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും അതിലെ ഇമോഷൻസിനെ മനസ്സിലാക്കി ഡീപ്പായിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മനുഷ്യ മനസ്സിന്റെ വിചാരങ്ങളെ മനസ്സിലാക്കി അതിൽ നിന്ന് മുക്തി നേടുക. ഒരു കർമ്മ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്ത്, അല്ലെങ്കിൽ ഡെത്ത്, ഫിയർ ഓഫ് ഡെത്ത് എന്നുള്ള കാര്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ഓഫ് ഹെവൻ ആൻഡ് ഹെല്ലിൽ നിന്നൊക്കെ മുക്തി നേടി ഒരു നിർവാണ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമാണ് അദ്ദേഹം അവിടെ സ്ഥാപിക്കുന്നത്. അപ്പൊ എങ്ങനെ മനുഷ്യ മനസ്സിനെ ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് അഭിധാമ പീതകയിലൂടെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇത് ബുദ്ധിസത്തിന്റെ വൺ ഓഫ് ദ ലിറ്റററി സോഴ്സസ് ആണ്. ഈ മനുഷ്യ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ആ ഒരു ബുദ്ധിസ്റ്റ് സൈക്കോളജി ആണ് അദ്ദേഹം ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ ശരിക്കും ഇതൊരു സ്റ്റഡി ഓഫ് മൈൻഡ് തന്നെയാണ്, മനസ്സിനെ കുറിച്ചുള്ള ഒരു പഠനം. ഇവിടെ സെൽഫ് എന്നുള്ള ഒരു സാധനത്തെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുവഴി മനുഷ്യന് ടോട്ടൽ ലിബറേഷനിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ഒരു വ്യക്തി ചെയ്യുന്നത് തന്റെ മനസ്സിനെ തന്നെ ഒരു പുഴയായിട്ട് കാണുകയാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നത്. ഒരു പുഴയുടെ പ്രത്യേകത, നമ്മൾ അകലെ നിന്ന് ഒരു പുഴ കാണുമ്പോൾ ആ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അറിയാം ഈ പുഴ എന്ന് പറയുന്നത് എ കളക്ഷൻ ഓഫ് ഡ്രോപ്സ് ആണ്. ഈ വലിയ കുറെ വെള്ളത്തുള്ളികൾ കൂടുന്ന ഒരു ഡ്രോപ്സിന്റെ ഒരു വലിയൊരു ആകെത്തുകയാണ് നമ്മൾ
നമ്മൾ ഈ പുഴയെന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനുഷ്യ മനസ്സും ഇതുപോലെ തന്നെയാണ്. പുറമേ നിന്ന് കാണുമ്പോൾ നമ്മൾ അതിനെ മനുഷ്യ മനസ്സ് എന്നുള്ള രീതിയിൽ കാണുന്നു. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിൽ കുറെ ഫീലിങ്സ് ആകുന്ന കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അസൂയ, വിദ്വേഷം, സ്നേഹം, വൈരാഗ്യം, അഫെക്ഷൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല വിചാര വികാരങ്ങൾ കടന്നു കൊണ്ടുപോയിരിക്കുന്ന ഒരു പ്രഹേളികയായിട്ട് മനസ്സിനെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മനസ്സിന്റെ കള്ളികളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ടാണ് അഭിധാമ പീതക നമ്മളെ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോൺഷ്യസ്നസ് മെഡിറ്റേഷനിലൂടെ ഒന്ന് കണ്ണടച്ചിരുന്നു കൊണ്ട് ധ്യാനിക്കുന്നതിലൂടെ തന്റെ തന്നെ വികാരങ്ങളിലേക്ക് ഉൾച്ചേർന്നതിലൂടെ തന്റെ തന്നെ സെൽഫിനെ ഇല്ലാതാക്കുന്നതിലൂടെ ഒരു അൺകോൺഷ്യസ് സിറ്റുവേഷനിലേക്ക്, അതായത് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് ഒരു മനുഷ്യന് സാധിക്കുന്നു. പുറമേ ഡിസ്റ്റർബൻസ് അനുഭവിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഡിസ്റ്റർബൻസുകളിൽ നിന്ന് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ തെളിയുന്നതായിട്ട് അദ്ദേഹത്തെ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു. അപ്പൊ പുറമേ കാണുന്ന പ്രശ്നങ്ങളുടെ എല്ലാം റിഫ്ലക്ഷൻസ് ഉള്ളിലാണെന്നും ആ ഉള്ളിനെ മനസ്സിലാക്കുന്നത് വഴി പുറമേയുള്ള പ്രശ്നങ്ങളെ എല്ലാം മാറ്റാൻ പറ്റുമെന്നും ഇവിടെ അഭിധാമ പീതക ഒരു പാഠം നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മുടെ തന്നെ ഉള്ളിലുള്ള കാര്യങ്ങൾ അത് ഒരു തോട്ട് പ്രോസസ് ആയിരിക്കാം. ഈ തോട്ട് പ്രോസസ്സാണ് വ്യക്തികളെ പല രീതിയിലുള്ള ഹാബിറ്റുകളിലേക്കും പല 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 ബിഹേവിയറുകളിലേക്കും ഒക്കെ കൊണ്ടുവന്നെത്തിക്കുന്നത്. അപ്പോൾ ഈ ബിഹേവിയറുകളും ഈ തോട്ട് പ്രോസസ്സുകളും മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ഈ ഹാബിറ്റുകളും മാറ്റാനായിട്ട് അദ്ദേഹത്തിന്റെ തന്നെ തോട്ട്സിനെയും മനസ്സിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു ഒബ്സർവർ ആയി മാറുകയാണ് ഈ അഭിധാമ പീതകയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ കൂടുതലായിട്ട് നമ്മുടെ ഇമോഷൻസ് വരുമ്പോൾ ഈ ഇമോഷൻസ് ഒരു സ്ഥായി ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാക്കാതെ ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും അതിനാൽ ഇതിലൂടെ മൂവ്ഡ് ആവാതിരിക്കാനായിട്ടും ശ്രമിക്കാം. എങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? ഇത് നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഒരു സെൽഫ് മെഡിറ്റേഷനിലൂടെ അഭിധാമ പീതക പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിസത്തിലെ തേർഡ് ബാസ്കറ്റ് പറഞ്ഞു തരുന്ന ഈ ഒരു മെഡിറ്റേഷനിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നമ്മുടെ വികാര വിചാരങ്ങളെ മനസ്സിലാക്കി നമ്മുടെ സെൽഫിനെയും പേഴ്സണാലിറ്റിയെയും മാറ്റാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ തന്നെ വികാരങ്ങളെ മനസ്സിലാക്കി നമ്മുടെ അൺകോൺഷ്യസ് പ്രോസസ്സുകളെ മനസ്സിലാക്കുന്നതിലൂടെ ഒരു സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന അത് ഒരിക്കലും മാറുന്നില്ല. ഈ അവയർനെസ് എന്ന് പറയുന്നതിലേക്കാണ് നമ്മൾ പലപ്പോഴും നമ്മുടേതായ ഈഗോയും അല്ലെങ്കിൽ അഹങ്കാരവും അസൂയയും ആഡ് ചെയ്യുന്നത്. ഈ അസൂയയും അഹങ്കാരവും ഈഗോയും സ്നേഹവും അങ്ങനെ പല രീതിയിലുള്ള ഇമോഷൻസ്, സ്നേഹം ഒരു പോസിറ്റീവ് ഇമോഷനാണ്. അപ്പോ അങ്ങനെ പല ഇമോഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത് വഴിയായിട്ട് ഈ അവയർനെസ് കുറച്ചു നേരത്തേക്ക് ആംഗ്രി ആകുന്നു, ഈ അവയർനെസ് കുറച്ചു നേരത്തേക്ക് ജലസ് ആകുന്നു, അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് മറ്റൊരു വികാരം വരുന്നു. അങ്ങനെ ആ ഒരു വികാരവുമായിട്ട് അവയർനെസ് ഐഡന്റിഫൈ ആവുകയാണ് എന്നുള്ളതാണ്. പക്ഷെ അവയർനെസ് അപ്പോഴും അവിടെ തന്നെയുണ്ട്. ഈ ജലസിയും അല്ലെങ്കിൽ ഈ ഒരു വൈരാഗ്യവും ഇതിങ്ങനെയുള്ള വികാരങ്ങൾ നമ്മളിൽ നിന്ന് പലപ്പോഴും വന്ന് മറിഞ്ഞു പോവുകയാണ്. ഒരിക്കലും ഇത് സ്ഥായിയായിട്ട് നിലകൊള്ളുന്നില്ല എന്നുള്ള ആ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സ്ഥായിയായിട്ട് നിലകൊള്ളുന്നത് അവയർനെസ് ആണ് എന്ന് അഭിധാമ പീതക പറഞ്ഞു തരികയാണ്. അപ്പൊ ഒരു റൈറ്റ് മെഡിറ്റേഷനിലൂടെ നമുക്ക് ഈ ഒരു നമ്മുടെ അവയർനെസ്സിനെ സ്ഥായിയായിട്ട് നിലനിർത്തുവാനും മറ്റു വികാരങ്ങളുടെ ആ ഒരു ക്ഷണികതയെ മനസ്സിലാക്കി നമുക്ക് ഹോൾഡ് ഓൺ ചെയ്തുകൊണ്ട്, നമ്മുടെ അവയർനെസ്സിനെ ഹോൾഡ് ഓൺ ചെയ്തുകൊണ്ട് ഒരു സ്ഥായി ഭാവമുള്ള ഒരു ന്യൂട്രൽ ഭാവമുള്ള ഒരു ഒരു പ്യുവർ മൈൻഡ് സ്റ്റേറ്റ് ഉള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.